ഈ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ബി.ജെ.പി. ശക്തമായ ഒരു സമയം. ആ. അതിന് മുമ്പത്തെ ഒരു കേരളത്തിലെ രാഷ്ട്രീയം. ഇതിന് രണ്ടിനും എടുത്ത് നോക്കിയാൽ ബി.ജെ.പി. ശക്തമായതിനു ശേഷം അവർ അവരുടെ ഒരു ആധിപത്യം ഉറപ്പിച്ച 2 ജില്ലകളാണ് സംസ്ഥാനത്തുള്ളത്. ഒന്ന് പാലക്കാടും തിരുവനന്തപുരം. ഓക്കെ. ഈ പാലക്കാടും തിരുവനന്തപുരത്തിൽ ബി.ജെ.പി. കൂടുതൽ കരുത്താർജിച്ചൊരു സ്ഥലം തിരുവനന്തപുരമാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ അതിനു മുമ്പത്തെ ലോക്സഭ ഇലക്ഷൻ അപ്പോൾ മുതലാണ് ബി.ജെ.പി. ശക്തമാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കിയാൽ ഈ തിരുവനന്തപുരത്ത് 4 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. വ്യക്തമായ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ മുന്നേറ്റം നടത്തിയ 4 മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് നേമം. ഈ നേമം പഴയ തിരുവനന്തപുരം ഈസ്റ്റ്. പക്ഷേ തിരുവനന്തപുരം ഈസ്റ്റും അതിൻ്റെ രാഷ്ട്രീയ ചരിത്രവും അപ്രസക്തമാണ് ഇപ്പോൾ. കാരണം ബി.ജെ.പി. കരുത്താർജിച്ചതിന് ശേഷം പഴയ രാഷ്ട്രീയ ചിത്രങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല. കാരണം അന്ന് പിന്നെ കോൺഗ്രസ് ജയിച്ചു അല്ലെങ്കിൽ CPM ജയിച്ചു എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യമില്ല. കാരണം രാഷ്ട്രീയം മാറി, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി, സമൂഹം മാറി, സാമ്പത്തിക അവസ്ഥ മാറി, എല്ലാം മാറി. അപ്പോൾ ഈ സാഹചര്യത്തിൽ ബി.ജെ.പി. കേന്ദ്രത്തിൽ തുടർച്ചയായിട്ട് അധികാരം നേടുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ആ ഒരു പ്രതീക്ഷ, രാഷ്ട്രീയ പ്രതീക്ഷ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബി.ജെ.പി. കേരളത്തിൽ വളരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നേമം മണ്ഡലത്തിലെ സാധ്യതകൾ നോക്കുന്നത്. അതെ. അപ്പോൾ നേമത്ത് ബി.ജെ.പി. വളരെ കരുത്താർജിച്ച് നിൽക്കുകയാണ്. അതോടൊപ്പം നമുക്ക് പറയാവുന്നൊരു കാര്യം, ഈ ഒരു മണ്ഡലത്തിലെ സാധ്യതകൾ എങ്ങനെയാണ് നമ്മൾ നോക്കുക. അതെ. എനിക്ക് തോന്നുന്നത് ഒരു 3 സാധ്യതകൾ നോക്കാം. ഒന്ന് ബി.ജെ.പി. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, 2 അവിടുത്തെ ഡാറ്റ, 3 അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭവം. ഈ 3 സാഹചര്യം വെച്ച് നോക്കിയാൽ നമ്മൾ നേമത്തെ പരിശോധിച്ചാൽ നേമത്ത് ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പാർട്ടി ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ളത് ബി.ജെ.പി. ആണ്. അവിടെ ബി.ജെ.പി. 2024 ഇലക്ഷനിൽ 61,000 വോട്ട് നേടി. അപ്പം നേമത്ത് ഇപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ വോട്ടർ പട്ടിക വെച്ച് നോക്കിയാൽ നേമത്ത് 1,70,70,000 വോട്ടാണ്. ഈ 1,70,70,000 വോട്ടിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പരമാവധി പോളിംഗ് നടന്നാൽ 80% നടന്നാൽ പോലും 1,36,000 വോട്ടായിരിക്കും വരിക. അവിടെ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിൽ ഒരു 50,000-ലേറെ വോട്ട് നേടുന്ന ഒരു പ്രസ്ഥാനത്തിന് വിജയിക്കാൻ പറ്റും. പക്ഷേ ബി.ജെ.പി. 61,000 വോട്ടാണ്. അതും ഈ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അവിടെ 61,000 വോട്ട് നേടിയിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഈ മണ്ഡലം വെച്ച് നോക്കുമ്പോൾ ആ മണ്ഡലത്തിൽ തന്നെയാണ് ഇയാൾ മത്സരിക്കുന്നത്. അപ്പോൾ ആ ഒരു അപ്പർ ഹാൻഡ് രാജീവ് ചന്ദ്രശേഖരന് ഇപ്പോൾ തുടക്കത്തിലേ ഉണ്ട്. പിന്നെ രണ്ടാമത്തത് ഈ ശിവൻകുട്ടി ആണ് CPM കാൻഡിഡേറ്റ്. ഈ CPM അവിടെ പരമാവധി കിട്ടിയിട്ടുള്ളത് 55,000 വോട്ടാണ്. അത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനാണ് കിട്ടിയത്. അവിടെ കോൺഗ്രസിന് പരമാവധി കിട്ടിയിട്ടുള്ളത് 39,000 വോട്ടാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ അവിടെ ഈ CPM-ഉം കോൺഗ്രസും തന്നെ ബി.ജെ.പിയും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുക എന്നുള്ളൊരു ഇതാണ്. അതോടൊപ്പം ഈ മൂന്നാമത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ പ്രസൻസ് ഈ ഇലക്ഷനിലെ വിധിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് വേറൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ വെച്ച് നോക്കിയാൽ തദ്ദേശ ഇലക്ഷനിൽ അവിടെ ഏതാണ്ട് 23 വാർഡുകളാണ് കോർപ്പറേഷൻ വാർഡുകൾ ഉൾപ്പെടുന്ന ഈ നിയമം എന്ന് പറയുന്നത്. അവിടെ ഏതാണ്ട് 17 വാർഡിലും ബി.ജെ.പി. ജയിച്ച 23-ൽ 17 ബി.ജെ.പി. ആണ് ജയിച്ചത്. അവിടെ കോൺഗ്രസ് ജയിച്ചത് ഒരേ ഒരു വാർഡിലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ച് നോക്കിയാലും ഈ കണക്കുകളെല്ലാം കറക്റ്റാണ്. കഴിഞ്ഞ ഒരു 15 വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കിയാൽ ആ ഡാറ്റ വെച്ച് നോക്കിയാൽ ബി.ജെ.പിക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഈ 2021 ഇലക്ഷൻ ഒഴിച്ചാൽ ബി.ജെ.പിക്ക് അപ്പർ ഹാൻഡ് അവിടെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു മണ്ഡലമാണ്. പിന്നെ രാഷ്ട്രീയ സാഹചര്യം, സംഘടനാ വലിപ്പം നോക്കിയാൽ CPM-ഉം ബി.ജെ.പി. ആണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പോലത്തെ ഒരു സാഹചര്യമാണ്. CPM-ന് സംഘടനാ ശക്തി അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ബി.ജെ.പിക്കും സംഘടനാ ശക്തിയുണ്ട്. കോൺഗ്രസ് ദുർബലമാണ്.